പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരി മൊഴി മാറ്റിയ സംഭവത്തിൽ പരാതിക്കാരിയുടെ അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നു. മകൾ ഇത്തരത്തിൽ ഇങ്ങനെയൊരു മൊഴിമാറ്റം അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്താ സംഭവിച്ചത്? ഒരിക്കൽ പോലും ഇങ്ങനൊരു മൊഴിമാറ്റം എൻ്റെ മകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതൊരു സമ്മർദ്ദത്തിന് വഴങ്ങി പറഞ്ഞതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലാതെ പറയില്ല. ഇന്നലെ 2 വീഡിയോ മകൾ പുറത്തിറക്കി. ഒന്ന്, ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്ന്. രണ്ടാമത് അച്ഛൻ്റെ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ വീഡിയോ വരുന്നത് സേഫാണ്, സുരക്ഷിതയാണ് എന്ന്. ഞാൻ അവളെ, ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവൾ പോകുന്നത് വരും. പിന്നെ അതിങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല എന്താണ്. സമ്മർദ്ദത്തിന് തന്നെയാണ് വഴങ്ങിയാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മകൾ എന്നാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത്? മകൾ 3-ാം തീയതിയാണ്, അത് തിങ്കളാഴ്ച ജോലിക്കായിട്ട് പോകുന്നു. അപ്പോൾ അന്ന് മുതൽ ഫോണിലൂടെ ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ശനിയാഴ്ച വരെയും മകളുമായിട്ട് സംസാരിച്ചിരുന്നു. പിന്നീട് ഞായറാഴ്ച വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് തിങ്കളാഴ്ച രാവിലെയും വിളിച്ചു, അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഇനി എന്തെങ്കിലും ഫോണിൻ്റെ എന്തെങ്കിലും തരാറായിരിക്കുമെന്ന് മാത്രമാണ് വിചാരിച്ചത്. തിങ്കളാഴ്ച വിളിച്ചപ്പോൾ അപ്പോഴും സ്വിച്ച് ഓഫാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു, മാനേജർ പറഞ്ഞു, 3-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഓഫീസിൽ വന്നിട്ടില്ല. അപ്പോഴാണ് ഇവൾ മിസ്സിംഗ് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊർജിതമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലവിലിപ്പോൾ ഈ മകൾ ഇത്തരത്തിലൊരു മൊഴി മാറ്റി, സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ രാഹുലിൻ്റെ കുടുംബമാണെന്നാണ് ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഇങ്ങനെ മൊഴി മാറ്റേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 12-ാം തീയതിയാണ് അവിടെ ചെല്ലുന്നത്, അടുക്കള കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞ് ചെല്ലുന്നത്. ആ സന്ദർഭത്തിൽ ഇവളുടെ നെറ്റിയിൽ വലിയ മുഴ, പിന്നെ കഴുത്തിൽ കുരുക്കിട്ട പാടുകൾ, മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതിൻ്റെ അടയാളങ്ങൾ, പിന്നെ ബെൽറ്റ് കൊണ്ട് അടിച്ചതിൻ്റെ ശരീരത്തിൽ പാടുകൾ, ഇത് ഞങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ സംഭവങ്ങൾ മുഴുവനായിട്ട് പറയുന്നത്. ഇത് തന്നെ ഡോക്ടറും കണ്ടതല്ലേ. അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിലും അത് പരാമർശിക്കുന്നുണ്ടല്ലോ. ഈ 164 മൊഴിയിലുമൊക്കെ രാഹുലിനെതിരാണ് മോളുടെ അല്ലേ? അതെ, 164-ലും രാഹുലിന് എതിരായിട്ടല്ലേ അവൾ ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നതും മർദ്ദിച്ചു, ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മൊഴി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തീർച്ചയായിട്ടും അവരൊരു സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആക്രമിക്കുന്ന ഒരാൾ, ആ ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അവൾ എന്ന് വെച്ചാൽ ലോലഹൃദയമാണ്. അവളെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെടുത്തിട്ടുണ്ടാവണം. അങ്ങനെ അവളെ സ്വാധീനിച്ച് അവളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇപ്പോൾ തന്നെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ അവളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുകയാണ്, ചേർത്തിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നുണ്ട് അതിൽ. അതാണ്. അപ്പോൾ അങ്ങനെ അവർ പറയിപ്പിച്ചിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുലിന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവന് ശിക്ഷ കിട്ടും എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ മോള് പറയുന്നുണ്ട്, രാഹുലേട്ടൻ പാവമാണ്, അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും നിർബന്ധപൂർവ്വം പറഞ്ഞതിൻ്റെ പേരിലാണ്, വക്കീൽ ഉൾപ്പെടെ നിർബന്ധപൂർവ്വം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന്. വക്കീലിനൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾക്കുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ മകൾ ഈ പോകുന്ന ദിവസം വരെ അത്രയും സ്നേഹത്തോടു കൂടിയല്ലേ അവൾക്ക് ഒരു ക്ഷതവും സംഭവിക്കരുത്, മാനസികമായിട്ട് സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പറച്ചിലുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ ഞങ്ങൾ വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ അവളെ ട്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ മകളെ ഞങ്ങളിപ്പോഴും സ്നേഹിക്കുകയാണ്. എൻ്റെ മകളെ എനിക്ക് തിരിച്ച് കിട്ടണം, അതുതന്നെയാണ്. പക്ഷേ മകളിപ്പോൾ പറയുന്നത് എല്ലാം കള്ളമാണ്. തീർച്ചയായിട്ടും കള്ളമല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുമല്ല, ഇതെല്ലാം ഈ 12-ാം തീയതി കണ്ടതും അവൾ പറഞ്ഞതുമല്ലേ. അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഇത് നേരിട്ട് കണ്ടതുമല്ലേ. അപ്പോൾ മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പാടുകളെങ്ങനെ വന്നു? ഈ അച്ഛനും അമ്മേനെയും പ്രതിയാക്കിക്കൊണ്ട് മകൾ ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ഒരു സാഹചര്യം അതെന്താണ് മകൾക്ക് ഇങ്ങനെ ഉണ്ടായെന്ന്? അതെനിക്ക് എന്ത് പറയാൻ പറ്റും അതിൽ?
അത് എനിക്ക് അവർ സമ്മർദ്ദത്തിന് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണെന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതിൽ സംബന്ധിച്ച്. നമ്മുടെ ഇപ്പോഴത്തെ പരാതിയിൽ എന്താ നടപടിയെന്ന് വല്ലതും പറഞ്ഞു? ഞാനിപ്പോൾ മകൾ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് അത് ഊർജിതമായ അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഊർജിതമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് CI എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് തന്നെയാണ് ഈ പരാതിക്കാരിയുടെ പിതാവ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആൻ്റണി ക്രീറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.